നമസ്കാരം. ഓ ഓ ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ദശാധികശതതമ സർഗഃ. 110 സർഗത്തിലെ 9 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ വസിഷ്ഠ മഹർഷി എങ്ങനെയാണ് ഇക്ഷ്വാകു വംശം ഉണ്ടായത് എന്ന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പത്ത് തുടങ്ങി 20 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. നാനാവൃഷ്ടിർബഭൂവസ്മിൻ ന ദുർഭിക്ഷ സദാം വരെ അനരണ്യേ മഹാരാജേ തസ്കരോ വാപി കശ്ചന. അനാരണ്യാൻ മഹാബാഹു പൃഥുരാജാ ബഭൂവഃ തസ്മാത് പൃഥോർമഹാതേജാസ്ത്രിശങ്കുരുപവദ്യതഃ. സ സത്യവജന്നദ്വീര സ ശരീരോ ദിവം ഗതഃ ശ്രീശങ്കരോ ഭവത്സൂനുർ തുന്ധുമാരോ മഹായശാഃ. തുന്ധുമാരോ മഹായശാഃ. തുന്ധുമാരാൻ മഹാതേജ യുവനാശോ വിജായത. യുവനാശ്വസുത ശ്രീമാൻ മാന്ധാതാ സമപദ്യത. മാന്ധാതുസ്തു മഹാതേജ സുസന്ധിരുദപദ്യത. സുസന്ധോരവിപുത്രോദൗ ധ്രുവസന്ധിപ്രസേനജിത്. യശസ്വീ ധ്രുവസന്ധേസ്തു ഭരതോരിപുസൂദനഃ. ഭരതാത്തു മഹാബാഹോർ അസിതോ നാമ ജായതേ. യസ്തൈതേ പ്രതിരാജാന ഉദപദ്യന്തശത്രവഃ. ഹേഹയാസ്തലജാക്ഷ ശൂരാക്ഷ ശശബിന്ദവഃ. താംസ്തു സർവാൻ പ്രതിവ്യൂഹ്യ യുദ്ധേ രാജാ പ്രവാസിതഃ. സ ച ശൈലവരേ രമ്യേ ബഭൂവാഭിരതോ മുനിഃ. ദ്വേ ചാസ്യ ഭാര്യേ ഗർഭിണ്യൗ ബഭൂവതുരിതി ശ്രുതിഃ. അത്ര ചൈകാ മഹാഭാഗാ ഭാർഗവം ദേവവർച്ചസം. വവന്ദേ പത്മപത്രക്ഷി കാങ്ക്ഷിണി പുത്രമുത്തമം. ഏകാ ഗർഭവിനാശായ സപത്ന്യൈ ഗിരളം ദദൗ. ഭാർഗവച്യവനോ നാമ ഹിമവന്തമുപാശ്രിതഃ. തം ഋഷിം സാഭ്യുപാഗമ്യ കാളിന്ദീതുഭ്യവാദയത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഇക്ഷ്വാകു വംശം ഉണ്ടായതെന്ന് വസിഷ്ഠ മഹർഷി എല്ലാവരോടുമായി പറയുകയായിരുന്നു. ആദ്യത്തെ പ്രജാപതി വിവസ്വാനായിരുന്നു. വിവസ്വാൻ്റെ പുത്രൻ മനു, അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രജാപതി. മനുവിൻ്റെ മകനാണ് ഇക്ഷ്വാകു. അങ്ങനെ ഇക്ഷ്വാകിൽ നിന്നും ഇക്ഷ്വാകു വംശം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗമാണ് ഇപ്പോൾ ചൊല്ലിയ ഭാഗം. ശ്ലോകം 10.
നാനാവൃഷ്ടിർബഭൂവസ്മിൻ ന ദുർഭിക്ഷ സദാം വരെ അനരണ്യേ മഹാരാജേ തസ്കരോ വാപി ഗച്ഛന. 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അനരണ്യൻ വരെ ഭരിച്ച ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നു. അങ്ങനെ അനരണ്യൻ മഹാരാജാവായിരിക്കെ അനാവൃഷ്ടി ഉണ്ടായില്ല, ദുർഭിക്ഷവും ഉണ്ടായില്ല. അതായത് ദാരിദ്ര്യമോ മറ്റ് പോരായ്മയോ ഒന്നും ഉണ്ടായില്ല. തസ്കരന്മാരും അന്നുണ്ടായിരുന്നില്ല. ശ്ലോകം 11. അനരണ്യാൻ മഹാബാഹു പൃഥുരാജാ ബഭൂവഃ തസ്മാത് പൃഥോർമഹാതേജസ്ത്രിശങ്കുരുതപര്യത. ശ്ലോകം 11ൻ്റെ അർത്ഥം. അനരണ്യനിൽ നിന്ന് മഹാബാഹുവായ പൃഥു എന്ന രാജാവുണ്ടായി. ആ പൃഥുവിൽ നിന്ന് മഹാതേജസ്സായ ത്രിശങ്കു പിറന്നു. ശ്ലോകം 12. സ സത്യവചന്നദ്വീര സ ശരീരോ ദിവം ഗതഃ ത്രിശങ്കോരഭവത് സൂനുർ ധുന്ധുമാരോ മഹായശാഖ. ആ വീരൻ, അതായത് ത്രിശങ്കു, സത്യവചസ്സാൽ ഉടലോടെ സ്വർഗം പൂകി. ത്രിശങ്കുവിൽ നിന്ന് ധുന്ധുമാരൻ എന്ന യശസ്വി ഉണ്ടായി. ധുന്ധുമാരാൻ മഹാതേജ യുവനാശ്വോ വ്യജായത യുവനാശ്വസുത ശ്രീമാൻ മാന്ധാതാ സമപദ്യത. ശ്ലോകം 13ൻ്റെ അർത്ഥം. ധുന്ധുമാരനിൽ നിന്ന് മഹാതേജസ്വിയായ യുവനാശ്വനുണ്ടായി. യുവനാശ്വസുതനായി ശ്രീമാനായ മാന്ധാതാവ് പിറന്നു. ശ്ലോകം 14. മാന്ധാതുസ്തു മഹാതേജ സുസന്ധിരുതപദ്യത സുസന്ധേരപി പുത്രൗദൗ ധ്രുവസന്ധി പ്രസേനജിത്. മാന്ധാതാവിൽ നിന്ന് മഹാതേജസ്വിയായ സുസന്ധി ഉണ്ടായി. സുസന്ധിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു, ധ്രുവസന്ധിയും പ്രസേനജിത്തും. ശ്ലോകം 15. യശസ്വീ ധ്രുവസന്ധേസ്തു ഭരതോ രിപുസൂദനഃ ഭരതാത്തു മഹാബാഹോർ അസിതോ നാമജായതേ. ധ്രുവസന്ധിയിൽ നിന്ന് യശസ്വിയും രിപുസൂദനനുമായ ഭരതനുണ്ടായി. മഹാബാഹുവായ ഭരതനിൽ നിന്ന് അസിതൻ എന്നു പേരുള്ളവൻ ഉണ്ടായി. ശ്ലോകം 16. യസ്തൈരേ പ്രതിരാജാന ഉദപദ്യന്തശത്രവഃ ഹേഹേയാസ്ത ജംഗാച്ഛ ശൂരാച്ഛ ശശബിന്ദവഃ. ശ്ലോകം 16ൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് എതിരാളികളായി ഹേഹേയന്മാരും താലജംഘരും ശൂരരായ ശശബിന്ദുക്കളും ഉണ്ടായി. ശ്ലോകം 17. താംസ്തു സർവാൻ പ്രതിവ്യൂഹ്യ യുദ്ധേ രാജാ പ്രവാസിതഃ സ ച ശൈലവരേ രമ്യേ ബഭൂവാഭിരതോ മുനിഃ. അവരോടൊക്കെ യുദ്ധത്തിൽ നേരിട്ട് ആ രാജാവ് നാട് വിട്ടുപോയി. മനോഹരമായ മാമലയിലെ വാസത്തിൽ തൽപരനായ മുനിയായി അദ്ദേഹം കഴിഞ്ഞു. 18-19 ശ്ലോകങ്ങൾ. ദ്വേ ചാസ്യ ഭാര്യേ ഗർഭിണ്യൗ ബഭൂവതുരിതി ശ്രുതിഃ തത്ര ചൈകാ മഹാഭാഗാ ഭാർഗവം ദേവവർച്ചസം. വന്ദേ പത്മപത്രാക്ഷി കാംക്ഷിണീ പുത്രമുത്തമം ഏകാ ഗർഭവിനാശായ സപത്ന്യൈ ഗരളം ദദൗ. 18-19 ശ്ലോകങ്ങളുടെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ 2 പത്നിമാരും ഗർഭിണികളായി കഴിഞ്ഞിരുന്നു. അവരിൽ ഒരുവൾ ഉത്തമ പുത്രനുണ്ടാകുന്നതിന് വേണ്ടി ദേവതുല്യ തേജസ്വിയായ ഭൃഗുകുലജാതനായ ച്യവനനെ പ്രാർത്ഥിച്ചു. ഒരുവൾ സപത്നിയുടെ ഗർഭം നശിപ്പിക്കാൻ വിഷം കൊടുത്തു. ശ്ലോകം 20. ഭാർഗവച്ഛവന്യോ നാമ ഹിമവന്തമുപാശ്രിതഃ തമൃഷിം സാഭുഗാഗമ്യ കാളിന്ദീത്വഭ്യവാദയത്. ശ്ലോകം 20ൻ്റെ അർത്ഥം. ച്യവനൻ എന്ന ഭാർഗവൻ ഹിമാലയത്തിൽ തപസ് ചെയ്തിരുന്നു.
കാളിന്തി അദ്ദേഹത്തെ സമീപിച്ച് അഭിവാദനം ചെയ്തു. 20 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.